ജമാൽ, ഗുഡ് മോർണിംഗ്. ഇതാ ഹണി ഭാസ്കർ എന്ന് പറയുന്ന പ്രവാസി എഴുത്തുകാരിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. രാഹുലിന്റെ ഇരകളായ പല സ്ത്രീകളെ തനിക്കറിയാം. അവർ ഭയന്ന് മിണ്ടാതിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ രൂക്ഷമായ സൈബർ ആക്രമണം നേരിടേണ്ടി വരുമെന്ന്. ഒരു യുവ MLA കുറിച്ച്, ജനപ്രതിനിധിയെക്കുറിച്ച്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചാണ് ഈ ഗുരുതരമായ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഹണി ഭാസ്കർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ നമ്മളോട് പറഞ്ഞത്? ഗുഡ് മോർണിംഗ് മനു. ഒരുപക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള ദുരനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഹണി ഭാസ്കർ ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയത്. പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിലും തന്റെ നിലപാട് ഹണി ഭാസ്കർ തുറന്നു പറഞ്ഞു. ഈ എത്രമാത്രം അശ്ലീലമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തികൾ എന്ന് വ്യക്തമാക്കുന്ന അനുഭവങ്ങളാണ് ഹണി ഭാസ്കർ തുറന്നു പറഞ്ഞത്. തന്റെ നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരു സാംസ്കാരിക പ്രവർത്തക അല്ലെങ്കിൽ എഴുത്തുകാരിയാണ് ഹണി ഭാസ്കർ. കഴിഞ്ഞ ജൂണിൽ ഇവർ ശ്രീലങ്കയിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. ഈ യാത്രയെക്കുറിച്ച് അറിയാൻ എന്ന ഭാവനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ഹണി ഭാസ്കറിനെ ബന്ധപ്പെട്ടത്. തുടക്കത്തിൽ ഒരു ഇമോജി, ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ലവിന്റെ ഒരു ഇമോജി അയച്ചുകൊണ്ടാണ് ഹണി ഭാസ്കറിനെ ചാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ടത്. പക്ഷെ പതിവായി യാത്രകളെ കുറിച്ച് പല ആളുകളും ഹണി ഭാസ്കറിനോട് ബന്ധപ്പെടുന്നത് പോലെ തന്നെ അതുകൊണ്ട് തന്നെ ഹണി ഭാസ്കർ ഈ മെസ്സേജിന് റിപ്ലൈ അയച്ചു. പിന്നീടുള്ള സംഭാഷണത്തിൽ അപാകത തോന്നിയതുകൊണ്ട് താൻ സംഭാഷണം ഇടയ്ക്ക് വെച്ച് നിർത്തി അവസാനിപ്പിച്ചു എന്നാണ് ഹണി ഭാസ്കർ പറഞ്ഞത്. കാരണം പിന്നീട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടോൺ മാറുന്നതായാണ് തനിക്ക് തോന്നിയത്. അതൊരു പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കളുടെ അശ്ലീലം വെളിപ്പെടുന്നതായി തനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പക്ഷേ ഈ മെസ്സേജുകളെ കുറിച്ച് പിന്നീട് ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, ഈ പൊതുവിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു എഴുത്തുകാരിയാണ് ഹണി ഭാസ്കർ. സൈബർ ഇടങ്ങളിലൊക്കെ തന്നെയും ഇടതുപക്ഷത്തിന് വേണ്ടി ശക്തമായി വാദിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക പ്രവർത്തിയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ആളുകളോട്, തന്റെ കൂട്ടത്തിലിരിക്കുന്ന ആളുകളോട് പറഞ്ഞത് കണ്ടില്ലേ, ഒരു ഇടതുപക്ഷ പ്രവർത്തകർ പോലും തന്നെ ഇങ്ങോട്ട് വന്ന് ചാറ്റ് ചെയ്യുന്നു. ഇത് വലിയ ഗമയായി, അല്ലെങ്കിൽ തന്നെ അത്രമാത്രം ആരാധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാൾ എന്ന രൂപത്തിലാണ് വലിയ ഗമയായി അല്ലെങ്കിൽ അശ്ലീലം കടന്ന അതായത് ജമാൽ, അതായത് ഒരു മിനിറ്റ്, എനിക്ക് അതിൽ വ്യക്തത. അതായത് ഈ രാഹുൽ മാങ്കൂട്ടമാണ് ഈ ഹണി ഭാസ്കറിന് അങ്ങോട്ടേക്ക് സന്ദേശം അയക്കുന്നത്. പക്ഷേ അയാൾ തന്റെ സുഹൃത്തുക്കളോട്, തന്റെ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞത്, ഇതാ ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി എന്നെ ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു, എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളാകാൻ നോക്കിയല്ലേ? തീർച്ചയായും ഇടതുപക്ഷത്തോട് അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു എഴുത്തുകാരി കണ്ടില്ലേ, എന്നെ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് മെസ്സേജുകൾ അയക്കുന്നു എന്ന് തന്റെ കൂട്ടുകാരോട്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തികൾ ഇപ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഒരു ടോൺ വളരെ വ്യത്യസ്തമായിരുന്നു എന്നാണ് പിന്നീട് ഹണി ഭാസ്കർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് നേരിട്ടറിഞ്ഞത്. ഇത് വളരെ വിഷമമുണ്ടാക്കുന്ന പ്രവൃത്തിയായി എന്ന് ഹണി ഭാസ്കർ പറഞ്ഞു. ഒരുപാട് സ്ത്രീകളെ ഹണി ഭാസ്കർ പലപ്പോഴും സമൂഹ മാധ്യമത്തിൽ പല കാര്യങ്ങളും തുറന്നിടുന്ന ആളായതുകൊണ്ട് നിരവധി ആളുകൾ ഇവർക്ക് വിവരങ്ങൾ നൽകാറുണ്ട്. പക്ഷെ ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായ സ്ത്രീകൾ ഹണി ഭാസ്കറിനെ നേരിട്ട് വിളിക്കുകയും അത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ അത്തരത്തിൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന നിരവധി ആളുകളെ തനിക്കറിയാം, അത്തരത്തിലുള്ള തെളിവുകളുണ്ട്, ഇത് തുറന്നു എഴുതണം എന്ന് പല ആളുകൾ നിർബന്ധിച്ചത് കൊണ്ടാണ്, പറഞ്ഞത് കൊണ്ടാണ് അവർക്ക് വേണ്ടി ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ തുറന്നെഴുതുന്നത്. ഇവിടെ ഷാഫി പറമ്പിലിന്റെ റോൾ എന്താണ് ജമാൽ? ഇവിടെ ഷാഫി പറമ്പിലിന്റെ റോൾ എന്താണ്? ഈ കോൺഗ്രസ്സുകാരടക്കം ഇയാളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇരയായ പെൺകുട്ടികൾ ഷാഫി പറമ്പിലിന് പരാതി നൽകിയിരുന്നു. ഷാഫി ഒരു നടപടിയും സ്വീകരിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. മനു, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഹൂ കേഴ്സ് എന്ന ചോദ്യം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചെങ്കിൽ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് കൃത്യമായി തെളിയിക്കുന്ന അല്ലെങ്കിൽ അത് കൃത്യമായി നേരിട്ട് അനുഭവിച്ച ഒരാളെന്ന നിലയിൽ അതുകൂടി തുറന്നു പറയുകയാണ് ഹണി ഭാസ്കർ. ഷാഫി പറമ്പിലിനോട് പല സ്ത്രീകളും, ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർ പോലും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അവർ ഷാഫി പറമ്പിലിന് പരാതി നൽകിയപ്പോൾ അത് തീരെ ഗൗരവിച്ചില്ല. ഒരു നടപടിയും അവരിൽ നിന്നുണ്ടായില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തികളോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് അനുവാദം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ തീരെ മൈൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ അത് തീരെ പരിഗണിക്കാത്ത രീതിയിലാണ് ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുണ്ടായത്. ഷാഫി പറമ്പിലിനെതിരെയും ഗുരുതരമായ ആരോപണം തന്നെയാണ് ഈ ഹണി ഭാസ്കർ ഉന്നയിക്കുന്നത്. അത് ഇവിടെ ജമാൽ, ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഹണി ഭാസ്കരൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുകയാണ് ഹണി ഭാസ്കരൻ. അതായത് അവർ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ പ്രൂഫ് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാം അല്ലേ?
തീർച്ചയായും ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ആരോപണമാണ് താൻ ഉന്നയിക്കുന്നത് എന്ന കൃത്യമായ ബോധ്യം ഹണി ഭാസ്കറുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയൊക്കെ വരാം എന്ന ഒരു ബോധ്യമുണ്ട്. പക്ഷേ അത് നേരിടാൻ മാത്രം കരുത്ത് തനിക്കുണ്ടല്ലേ, അത്രമാത്രം തെളിവുകൾ, അത്രമാത്രം വസ്തുതകൾ തന്റെ കയ്യിലുണ്ട് എന്ന് ധൈര്യത്തോടെ തുറന്നു പറയുക തന്നെയാണ് ഇത് ഒരുപക്ഷെ ഹണി ഭാസ്കർ എന്ന ഒരാളുടെ അനുഭവം മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയാണ്, ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിട്ട ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സൈബർ ഇടങ്ങളൊക്കെ തന്നെയും കല്ലേറ് കൊള്ളാം, ആ ഏറുകൾ താൻ ഏൽക്കാൻ തയ്യാറാണ്. അത് തനിക്ക് വേണ്ടിയല്ല, ഒരുപക്ഷെ തനിക്ക് വേണ്ടി മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന്, ഇത്തരം നേതാക്കളിൽ നിന്ന്, കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് തന്റെ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹണി ഭാസ്കർ തന്റെ സമൂഹ മാധ്യമത്തിലും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളൊക്കെ തന്നെയും തുറന്ന് പോരാടുന്നത്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ജമാൽ, ശ്രീലങ്കൻ യാത്രയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ചു തുടങ്ങിയതല്ലേ? ഈ സ്ത്രീകളുടെ യാത്രയെക്കുറിച്ച് മാത്രമാണോ ഇദ്ദേഹത്തിന് അറിയാൻ താല്പര്യമുള്ളൂ? പുരുഷന്മാർ യാത്ര പോകുന്നൊന്നും അറിയാൻ താല്പര്യമില്ലേ? തീർച്ചയായും ശ്രീലങ്കൻ യാത്രയെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്ന ഭാവനയാണ് അത്. ഒരുപക്ഷെ എന്താണ് അതിന്റെ ഉദ്ദേശം എന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഈ സന്ദർശനങ്ങളൊക്കെ തന്നെയും ഈ മെസ്സേജുകളൊക്കെ തന്നെ നടത്തിയത്. പക്ഷേ മെസ്സേജുകൾ ജൂൺ മാസം എന്ന് പറയുമ്പോൾ ഈ പോയ ജൂൺ മാസം. അതെ അതെ, 2 മാസം മുമ്പാണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ അന്ന് ഇത്തരത്തിലുള്ള ഒരു ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഈ യുവതി കരുതി കാണുന്നത്. പക്ഷെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ആരോപണങ്ങൾ വരുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് കൃത്യമായി തിരിച്ചറിയുന്നത്. ഇതുമായി സംബന്ധിച്ച ഒരു അന്വേഷണം തന്റേതായ രീതിയിൽ നടത്തുമ്പോഴാണ് നിരവധി സ്ത്രീകൾ ഈ ഹണി ഭാസ്കറിനെ വിളിക്കുന്നതും തങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി അനുഭവങ്ങൾ നേരിടേണ്ടതും. പക്ഷെ പലരും തുറന്നു പറയാൻ തയ്യാറല്ല. കാരണം അവർ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. പക്ഷെ ആ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ താങ്കളെങ്കിലും ഇത് ജനങ്ങളോട് തുറന്നു പറയണം. കാരണം സമൂഹ മാധ്യമത്തിൽ തുറന്നെഴുതി നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവർക്ക് അത് ചെയ്യാൻ കഴിയും എന്ന തരത്തിലാണ് ഹണി ഭാസ്കറിനെ സമീപിക്കുന്നതും ഈ കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കുന്നതും. മനു പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, നിരവധി സ്ത്രീകൾ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നേരിടേണ്ടി വരുന്നു. ഇത് അവസാനിപ്പിക്കാവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള ഒരു പോരാട്ടമായി തന്നെ ഇവരുടെ എഴുത്തിനെ അല്ലെങ്കിൽ ഇവരുടെ തുറന്നു പറച്ചിലിനെ കാണണം. ശരി, ഏതായാലും ഓക്കെ, താങ്ക് യു ജമാൽ. ജമാലാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.